അവസാനം ADGP അജിത് കുമാർ പുറത്തേക്കുള്ള വഴിയരികിലാണ്. നമുക്കറിയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കാൻ പറ്റുന്ന തോന്നിയാസങ്ങളെല്ലാം കളിക്കുകയും ഭരണം മാറിയപ്പോൾ UDFകാരുടെ കാല് പിടിച്ച് കരയുകയും ചെയ്യുന്ന MR അജിത് കുമാറിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. അവസാനം KC വേണുഗോപാലും ഇടപെട്ടു. ആലപ്പുഴയിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കുട്ടികൾക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ഏറ്റ ആ മർദ്ദനത്തിന് കണക്ക് തീർത്തിട്ട് മാത്രമേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന KC വേണുഗോപാലിൻ്റെ മുന്നറിയിപ്പ് ഫലം കണ്ടപ്പോൾ MR അജിത് കുമാറിന് നിൽക്കക്കള്ളിയില്ലാതായിരിക്കുന്നു. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡെ ചന്ദ്രശേഖർ നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുകയാണ്. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ ഉടൻ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തലയുമായുള്ള വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. KC വേണുഗോപാൽ ഇന്നുകൂടി അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അന്വേഷണം വളരെയധികം കാലം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അതിനെതിരെ ഒരു നടപടി വന്നിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങളും വേദനയും സൃഷ്ടിച്ചിരുന്നു. അത് കണ്ടില്ല എന്ന് നടിക്കാൻ കേരളത്തിലെ സർക്കാരിനാകില്ല. VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ആലപ്പുഴയിൽ അനാവശ്യമായി മർദ്ദിച്ച പോലീസുകാരെ ഈ പോലീസ് സേനയിൽ ഇനി ഉണ്ടാകില്ല എന്നും അത് അന്വേഷണ വിധേയമായി നടപ്പിലാക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ വെള്ളം ചേർക്കാനായില്ല എന്നുള്ളതാണ് സത്യം. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGPയുടെ ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും എന്നുറപ്പായി കഴിഞ്ഞു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 19 ദിവസം കഴിഞ്ഞിട്ടും അതിൽ തുടർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ വിമർശനമാണ് കുറച്ചു ദിവസങ്ങളായി ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെയാണ് ഉടൻ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി റവാഡെ ചന്ദ്രശേഖറിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നതോടുകൂടി ഇതിലുള്ള യഥാർത്ഥ കുറ്റവാളികളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളാകും ആദ്യം തന്നെ നൽകുക. അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും സാധ്യതകൾ ഏറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. നടപടിക്കെതിരെ ഉദ്യോഗസ്ഥർ നിയമ നടപടി സ്വീകരിച്ചാലും സർക്കാരിന് തിരിച്ചടിയാകരുത് എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നടപടിയായിരിക്കും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കാൻ പോകുന്നത്. ADGP MR അജിത് കുമാറിൻ്റെ ഓഫീസിലെ 2 ജീവനക്കാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയതും കേസ് അട്ടിമറിക്കാൻ നടപടികൾ സ്വീകരിച്ചത് എന്നും വളരെ വ്യക്തമായിരിക്കുന്നു. ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ആലപ്പുഴയിൽ ഇന്നത്തെ MLA AD തോമസിനെയും അജയ് ജുവിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെയും മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാൻമാർ അനിൽ, സന്ദീപ് എന്നിവർ ഉൾപ്പെടെ 5 പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ വെറും സസ്പെൻഡിൽ നിർത്താതെ അവർക്ക് യഥാർത്ഥ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് ആദ്യ ദിവസം മുതൽ തന്നെ UDF സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഷൗക്കത്ത് അലി എന്ന മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് കൊണ്ടുവന്ന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടും എല്ലാ അന്വേഷണങ്ങളും വളരെ കൃത്യമായി നടത്തിയിട്ടും എന്തുകൊണ്ട് നടപടി വന്നില്ല എന്നുള്ള ചോദ്യം കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വന്നതിനാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. നടപടി വൈകിയതിൽ KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഇടപെട്ടതോടുകൂടി ഇനിയൊരു നിമിഷം പോലും മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. രക്ഷിക്കാനാകാതെ അവസാനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുങ്ങി നടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അധികാരത്തിൻ്റെ തണലിൽ എതിർകക്ഷികളെ അടിച്ചമർത്താമെന്നും തല്ലിച്ചതച്ച് മൃതപ്രാണരാക്കാമെന്നും ധരിച്ചിരുന്ന പിണറായിക്കും സംഘത്തിനും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. അവർ നടത്തിയ ഈ മൃഗീയ പീഡനങ്ങൾക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ ആകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ആഭ്യന്തര വകുപ്പും ഉള്ളത്. ഏതായാലും ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷൗക്കത്ത് അലി തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും വെച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമ്പോൾ അത് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറുമ്പോൾ കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും തക്കതായ ഒരു ശിക്ഷയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഈ ക്രിമിനലുകൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്
കേരളം കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്.